എല്ലാവർക്കും ക്വസ്റ്റ്യൻ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ സെക്കൻഡ് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സൈക്ലോട്രോൺ മോഷൻ. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാം, അതിനുള്ളൊരു ഡിവൈസാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്ലോട്രോണിൻ്റെ ഉള്ളിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ, അതിനെപ്പറ്റിയാണ് നമ്മുടെ അനാലിസ് ചെയ്യാൻ പോകുന്നത്. സോ സപ്പോസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് m and charge q is moving with a velocity v perpendicular to uniform magnetic field b. The Lorentz magnetic force acting on the particle is directed perpendicular to the path of the particle. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മളെടുത്തൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ ചാർജ് q ആണ്, അതിൻ്റെ മാസ് m ആണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്, അത് മൂവ് ചെയ്യുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ പാരലല്ലാത്ത ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഈ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആണ് എന്നങ്ങനെ പറയാം. നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ, ഓക്കെ, വി ക്രോസ് ബി ആണ്, അല്ലെ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഇപ്പോൾ ഇവിടെ പാത്ത്, ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഓരോ പോയിന്റ് എത്തുമ്പോഴും അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് വിൽ ഫോളോ എ സർക്കുലർ പാത്ത്. അതൊരു സർക്കുലർ പാത്തിലായിരിക്കും. പിക്ചറിൽ കാണിച്ചതുപോലെ അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. പിക്ചറിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിൾ എന്ന് പറയുന്നത് ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ സർക്കിൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെലോസിറ്റി വൈ ഡയറക്ഷനിലാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ്? നെഗറ്റീവ് സെറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് വിൽ ബി ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അത് നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച ഡയറക്ഷൻ ഒക്കെ വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ആൻഡ് അതിൻ്റെ ഫലം എന്തായിരിക്കും? ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സിനെ എന്തായിരിക്കും? ഒരു സർക്കുലർ പാത്തിൽ അത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ദ റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡ് ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം, അല്ലേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും ഇവിടെ ആരാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സോ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലോറൻസ് ഫോഴ്സ് നമുക്കറിയാം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ വരും. ക്യൂ വി ബി സൈൻ 90 ആണ്, ബിക്കോസ് വി ആൻഡ് ബി പെർപെൻഡിക്കുലർ. സോ ക്യൂ വി ബി സൈൻ 90 വരും. സോ ക്യൂ വി ബി വരും. സോ ക്യൂ വി ബി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ബൈ ആർ ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ക്യൂ വി ബി ഈസ് ഈക്വൽ എം വി സ്ക്വയർ ബൈ ആർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ എം വി ഈസ് ഈക്വൽ ടു, രണ്ട് ഭാഗത്ത് വി കോമൺ ആണ്, അപ്പോൾ വി ക്യാൻസൽ ചെയ്തിട്ട് എം വി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ. പി എന്ന് പറയുന്നത് എം വി ആണ്. എം വി എന്ന് പറയുന്ന മൊമെൻറ്റമാണ്. എം വിയെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പി ഉപയോഗിച്ച് കഴിഞ്ഞത്. പി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ. സോ ദിസ് ഇക്വേഷൻ ഫോർ ദ മൊമെൻറ്റം ഈസ് നോൺ ആസ് എ സൈക്ലോട്രോൺ ഫോർമുല. അപ്പോൾ ഈ ഒരു പി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഈസ് നോൺ ആസ് എ സൈക്ലോട്രോൺ ഫോർമുല. വൈ ഇറ്റ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ ഫോർമുല? ബിക്കോസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് the motion of the particle in a cyclotron. ഓക്കെ, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ സൈക്ലോട്രോൺ ആണ്. ഓക്കെ, മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ. മൊമെൻറ്റം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച്. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ സൈക്ലോട്രോൺ. ഓക്കെ, സൈക്ലോട്രോണിനുള്ളിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ ഈ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ ഫോർമുല. സോ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് മോഡേൺ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. ഓക്കെ, വൺ ഓഫ് ദ ഫസ്റ്റ് മോഡേൺ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. സൈക്ലോട്രോൺ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ ഈസ് പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ. ഇനി ഈ ഒരു പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ എന്താണ് പീരീഡ് എങ്ങനെ കാണാം? പീരീഡ് കാണാൻ ലൊക്കേഷൻ നമുക്കറിയാം, സർക്കംഫറൻസ് ബൈ സ്പീഡ്. ടി ഈസ് ഈക്വൽ ടു, ഇവിടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളാണ്. സർക്കിളിലെ സർക്കംഫറൻസ് 2πr. 2πr ബൈ സ്പീഡ് റെപ്രസെൻറ്റ് വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2πr ബൈ വി. അപ്പോൾ വി എന്ന് പറയുന്ന ഈ പി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ, സൈക്ലോട്രോൺ ഫോർമുല നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് എം വി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ ആണ്. എം വി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ ആണ്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ബി ആർ ബൈ എം ആയിരിക്കും. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ബി ആർ ബൈ എം. ഈ വിൻ്റെ വാല്യൂ നമ്മൾ പീരീഡിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2πr ബൈ ക്യൂ ബി ആർ ബൈ എം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടി ഈസ് ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി. ടി ഈസ് ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി. സോ ഫ്രീക്വൻസി കാണണമെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. സോ ഇറ്റ് ഈസ് ക്യൂ ബി ബൈ 2πm. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യൂ ബി ബൈ 2πm. Then the frequency നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രീക്വൻസി ക്യൂ ബി ബൈ 2πm, it is called cyclotron frequency.
അപ്പോൾ ഈ ഫ്രീക്വൻസി ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു QB/2πm. ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു QB/2πm. ഇറ്റ് ഈസ് എ ഇക്വേഷൻ ഓഫ് ഫ്രീക്വൻസി. ദിസ് ഈസ് നോൺ ആസ് ആ ഫ്രീക്വൻസി നമ്മൾ പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ആ ഒരു ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇറ്റ് ഈസ് അതിൽ R എന്ന് പറയുന്നതില്ല, അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസിനെ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഇല്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R&V. അപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസിനെയോ അല്ലെങ്കിൽ ആ സ്പീഡിനെയോ ഒന്നും ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു സ്പെഷ്യൽ കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്പെഷ്യൽ കേസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ അല്ലാതെ എന്താണ്, ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇസ് നോട്ട് മൂവിങ് പെർപെൻഡിക്കുലർ ടു ബി ദെൻ ഇറ്റ് ഹാഡ് സം ഈ പെർപെൻഡിക്കുലർ അല്ലാതെ ഒരു ഇൻക്ലൈൻഡ് ഒരു ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്ത് കൊണ്ടിട്ടാണ് ഇത് മൂവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാഡ് ആൻ അഡീഷണൽ സ്പീഡ് V പാരലൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വെലോസിറ്റിയെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടും ഉള്ള രീതിയിൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊണ്ട് എന്തുണ്ടാവും, ഓഫ് കോഴ്സ് ആ ഒരു ഡയറക്ഷനെ കൊണ്ട് V പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ആ വെലോസിറ്റി കൊണ്ട് ഓഫ് കോഴ്സ് ഈ ഒരു എഫക്റ്റാണ്, ഈ സർക്കുലർ മോഷൻ്റെ ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ വന്നാൽ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ സർക്കുലർ എഫക്റ്റ്, ഒരു സർക്കുലർ മോഷൻ്റെ എഫക്റ്റ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. എന്നാൽ ഇൻക്ലൈൻഡ് ചെയ്ത് ഇവിടെ വന്നതുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് V പാരലൽ, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഒരു വെലോസിറ്റി ഇവിടെ വന്നു കഴിഞ്ഞു. സോ ദിസ് കമ്പോണൻറ്റ് ഓഫ് മോഷൻ, ഈ പാരലൽ കമ്പോണൻറ്റ് ഓഫ് മോഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ Q×V×B. അപ്പോൾ V എന്ന് പറയുന്നത് പാരലാണ്, Bക്ക് പാരലാണ് എന്നുണ്ടെങ്കിൽ V×B 0 ആണ് വരിക. സോ ദിസ് അപ്പോൾ യാതൊരുവിധ ഫോഴ്സും ഈ ഒരു V പാരലൽ, ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ഡയറക്ഷനിലുള്ള സ്പീഡ് കൊണ്ട് യാതൊരുവിധ ഫോഴ്സും ആക്ട് ചെയ്യപ്പെടുന്നില്ല പാർട്ടിക്കിളിന് മേൽ എന്നുള്ളതാണ്. സോ ദിസ് കമ്പോണൻറ്റ് ഓഫ് മോഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ഹെലിക്സ്. ഓക്കെ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു ഹെലിക്കൽ പാത്തിലൂടെ ആയിരിക്കും. അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, ആ ഹെലിക്കൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഈ V പാരലൽ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഒരു ഹെലിക്കൽ മോഷൻ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് എന്താണ്, V പാരലൽ ഇൻറ്റു ടൈം പീരീഡ്. ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. സാധാരണ സർക്കുലർ മോഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ടൈം പീരീഡ് ഇവാലുവേറ്റ് ചെയ്യുക. 2πm/QB ടൈം പീരീഡ്. അതിനെ V പാരലൽ, ഓക്കെ, പാരലൽ വെലോസിറ്റി കൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ V പാരലൽ ഇൻറ്റു T മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പിച്ച് ഓഫ് ദ ഹെലിക്സ്. ഈ ഹെലിക്സിൻ്റെ പിച്ച് എന്ന് പറയുന്നത് V പാരലൽ ഇൻറ്റു ടൈം പീരീഡ് ആണ്. സോ ഇറ്റ് ഈസ് V പാരലൽ ഇൻറ്റു 2πm/QB ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോയിഡ് മോഷനാണ്. വാട്ട് ഈസ് സൈക്ലോയിഡ് മോഷൻ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. സപ്പോസ് എ റീജിയൻ ഈസ് ഫിൽഡ് ബൈ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഒരു റീജിയൻ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? നമുക്കിവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ രണ്ട് ഫീൽഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലറാണ്. ആൻഡ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ സെറ്റ് ഡയറക്ഷൻ. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ പോസിറ്റീവ് സെറ്റ് ഡയറക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദ പോസിറ്റീവ് ചാർജ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഒറിജിൻ. ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ ഒറിജിനിൽ വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ അവിടെ ഫ്രീ ആക്കുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ റിലീസ് ആക്കുന്നു എന്ന് വിചാരിക്കാം. ഇനി ഇതിന് രണ്ട് ഡിസ്കഷൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡിസ്കഷൻ, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കഷനാണ്. ക്വാളിറ്റേറ്റീവ് ഡിസ്കഷനിൽ നമ്മൾ അതിന് വാട്ട് ഈസ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ക്വാളിറ്റേറ്റീവായിട്ട് മാത്രം പറയുകയാണ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. പാർട്ടിക്കിൾ റെസ്റ്റാണ്, നമ്മൾ ഒറിജിനിൽ വെക്കുന്ന സമയത്ത് പാർട്ടിക്കിൾ അവിടെ റെസ്റ്റാണ്. സോ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 0. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ തീർച്ചയായിട്ടും മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, Q×V×B. അവിടെ V 0 ആണ് എന്നുണ്ടെങ്കിൽ നോ ഫോഴ്സ് ഈസ് ആക്ടിങ്. സോ പാർട്ടിക്കിൾ റെസ്റ്റ്, ഒറിജിനൽ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെച്ചതാണ്. ഈ ഒരു പിക്ചറിലെ ഒറിജിനിൽ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഒരു പിക്ചറിൽ അതിൻ്റെ ഒറിജിനിലാണ് നമ്മൾ ചാർജ് പാർട്ടിക്കിൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി അത് മൂവ് ചെയ്യാത്ത സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ദ ചാർജ് പാർട്ടിക്കിൾ. സോ ഒരു സ്റ്റേഷനറി ചാർജ് ആണെങ്കിൽ പോലും അതിൻ്റെ മേലെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫോഴ്സും ആക്ട് ചെയ്യപ്പെടും. ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫോഴ്സ് അതിന് പേരിൽ ആക്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കറിയാം. സോ ആ പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ്സ് ദ ചാർജ് ഇൻ ദ സെറ്റ് ഡയറക്ഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡ് സെറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പാർട്ടിക്കിളിന് അത് സെറ്റ് ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആസ് ഇറ്റ് മൂവ്സ്, അപ്പോൾ അത് മൂവ് ചെയ്യപ്പെടുകയാണ്, ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. മൂവ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. വിച്ച് ഡിഫ്ലെക്ട്സ് ദ ചാർജ് ടു റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും നിങ്ങളുടെ വെലോസിറ്റി മോഷൻ്റെയും ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. വിച്ച് ഡിഫ്ലെക്ട്സ് ദ പാർട്ടിക്കിൾ ഓർ ദ ചാർജ് ടു ദ റൈറ്റ്. ചാർജിനെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ദ ഫാസ്റ്റർ ഇറ്റ് ഗോസ് ദ സ്ട്രോങ്ങർ ദ എഫ് മാഗ്നറ്റിക് ബിക്കംസ്. അപ്പോൾ ഫാസ്റ്റർ ആണ് അത് പോകുന്നതെങ്കിൽ എഫ് മാഗ്നറ്റിക്കും, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഫാസ്റ്റ് ആവും. ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ എവൻച്വലി ഇറ്റ് കേർവ്സ് ദ പാർട്ടിക്കിൾ ബാക്ക് അറൗണ്ട് ടുവാർഡ്സ് ദ വൈ ആക്സിസ്. അപ്പോൾ അത് വൈ ആക്സിസിലേക്ക് അത് എന്തായി കേർവ് ചെയ്ത് വരും. സോ മാഗ്നറ്റിക്
മാഗ്നറ്റിക് ഫോഴ്സ് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും ആ കർവ്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേർവ് ചെയ്യപ്പെടും. കേർവ് ചെയ്യപ്പെടും. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാർട്ടിക്കിൾ ഒറിജിൻ റിലീസ് ആയതിനു ശേഷം മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അത് കേർവ് ചെയ്ത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, സർക്കുലാർ പാത്തിലേക്ക് അത് ഫോളോ ചെയ്യുന്നു. ബിക്കോസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് സർക്കുലാർ പാത്ത് ഫോളോ ചെയ്ത് പോയിന്റ് എയിലേക്ക് അത് വരികയാണ്. വൈ ആക്സിസിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അത് വരികയാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ചാർജ് ഇസ് മൂവിങ് അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ, അതായത് വൈ ആക്സിസിലേക്കുള്ള മോഷൻ, ഓക്കെ, വൈ ആക്സിസ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ വരുന്ന ആ ഒരു ഡയറക്ഷൻ, ഓക്കെ, ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ചാർജ് ഇസ് മൂവിങ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. സോ ഇറ്റ് ബിഗിൻസ് ടു സ്ലോ ഡൗൺ. അപ്പം ഇലക്ട്രിക് ഫോഴ്സിന് അഗെയിൻസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് ബിഗിൻസ് ടു സ്ലോ ഡൗൺ. അതിന് സ്ലോ ഡൗൺ സംഭവിക്കും. ചാർജ്ഡ് പാർട്ടിക്കിൾ സ്ലോ ഡൗൺ. ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് വരുന്ന സമയത്ത് സ്ലോ ഡൗൺ സംഭവിക്കും. മാഗ്നറ്റിക് ഫോഴ്സ് ദെൻ ഡിക്രീസസ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് പിന്നെ കുറയാൻ തുടങ്ങും. ദ ഇലക്ട്രിക് ഫോഴ്സ് ടേക്സ് ഓവർ ആൻഡ് ബ്രിങ്ങിങ് ദ പാർട്ടിക്കിൾ ടു ദ റെസ്റ്റ് അറ്റ് ദ പോയിന്റ് എ ഇൻ ദ ഫിഗർ. സോ ആ എ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എയിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സർക്കുലർ പാത്ത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യാതെ ഒരു ഹാഫ് സർക്കിൾ മാത്രം ഇത് ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ചാർജ്ഡ് പാർട്ടിക്കിൾ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ഇലക്ട്രിക് ഫോഴ്സ് അതിന്മേൽ ആധിപത്യം സ്ഥാപിച്ച് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ എ എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു? എ എന്ന പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. So the magnetic force then decreases, then electric force takes over, bringing the particle to the rest. Okay, particle റെസ്റ്റിലാക്കും ഏത് പോയിന്റിൽ? എ എന്ന പോയിന്റിൽ. സോ എ എന്ന പോയിന്റ് റെസ്റ്റിലാക്കി കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുമോ? ഇല്ല. ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? സെഡ് ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ സെഡ് ഡയറക്ഷനിലേക്ക്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് ഒന്നുകൂടി എന്തായിരിക്കും? ആവർത്തിക്കുക എന്നുള്ളതാണ്. ദ എൻറ്റയർ പ്രോസസ് റിപ്പീറ്റ്സ് അഗെയിൻ, ക്യാരിങ് ദ പാർട്ടിക്കിൾ ഓവർ ടു ദ പോയിന്റ് ബി, സി ആൻഡ് സോ ഓൺ. ഈ ഒരു മോഷനെയാണ് നമ്മൾ സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലോയിഡ് മോഷൻ്റെ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് ബി ഈസ് ഈക്വൽ ടു ബി എക്സ് ക്യാപ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്? പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വൈ സെഡ് പ്ലെയിനിലാണ്. എക്സ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിളിന് മോഷനേ ഇല്ല. അത് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ഏതിലേക്കാണ്? എക്സ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക നമുക്കറിയാം Q × V × B. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുക ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദ മോഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് ടു എ വൈ സെഡ് പ്ലെയിൻ എന്നുള്ളതും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി ക്യാൻ ഡിസ്ക്രൈബ്ഡ് ബൈ എ വെക്ടർ. ഓക്കെ, ഈ പാർട്ടിക്കിൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? R ഈസ് ഈക്വൽ ടു 0x ക്യാപ് പ്ലസ് വൈ ക്യാപ് പ്ലസ് z ക്യാപ്. എന്തുകൊണ്ടാണ് 0x ക്യാപ് എടുത്തത്? എക്സ് ആക്സിസിലേക്ക് പാർട്ടിക്കിൾ പോകുന്നില്ല. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിനിൽ കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വൈ സെഡ് പ്ലെയിനിൽ മാത്രമാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ വെലോസിറ്റി ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ ആണല്ലേ. അപ്പോൾ y ക്യാപ് പ്ലസ് z ക്യാപ് വരും. വെലോസിറ്റി ആക്സിലറേഷൻ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ y ക്യാപ് പ്ലസ് z ക്യാപ് വരും. ഇനി നമുക്ക് കാണാനുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. F ഈസ് ഈക്വൽ ടു Q × V × B ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള V എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് പറയുന്നത്? നമുക്ക് നോക്കി അറിയാം. V എന്ന് പറയുന്നത് y ക്യാപ് പ്ലസ് z ക്യാപ്പ് ആണ്. സോ നമുക്കത് ഡിറ്റർമിൻ്റെ രൂപത്തിൽ V നമ്മൾ എഴുതി. അതിനുശേഷം B എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിൽ മാത്രമേ B ഉള്ളൂ. ആ B നമ്മൾ എഴുതി. നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു Q × BZ.y ക്യാപ് മൈനസ് BY.z ക്യാപ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. F ഈസ് ഈക്വൽ ടു MA എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ടോട്ടൽ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ F എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടെത്തിയത് എന്ത് മാത്രമാണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമാണ്. എന്ത് ഫോഴ്സാണ്? മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമാണ്. ഇനി ഇവിടെ എന്തുകൂടി വരും? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് FE കൂടി വരും. FE എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് കൂടി വരും. സോ അതുകൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ F ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് QE പ്ലസ് Q × V × B. Q പുറത്തെടുത്തിട്ട് നമുക്ക് Q × E പ്ലസ് V × B എന്നത് അതാണ് ടോട്ടൽ ഫോഴ്സ്. വിച്ച് ഈസ് ഈക്വൽ ടു MA. ഇവിടെ A എന്ന് പറയുന്നത് എന്തായിരിക്കും? A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. y ക്യാപ് പ്ലസ് z ക്യാപ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ E ഒക്കെ നമ്മൾ എന്താക്കി എഴുതും? E എന്നുള്ളത് നമ്മൾ
സെഡ് ക്യാപ്പ് ആക്കിയതും അതുപോലെ തന്നെ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനില്ലേ ആ ഒരു ഇക്വേഷൻ നമ്മൾ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത് ഇക്വേഷനാണ് നമ്മൾ ക്യൂ ഇൻറ്റു വി ക്രോസ് ബിയിൽ എടുക്കുന്നത്? ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഫൈനലി കിട്ടുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ വൈ ആൻഡ് സെഡ് കമ്പോണൻറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെഡ് കമ്പോണൻറ്റ് മാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ക്യൂ ഇ മൈനസ് ക്യൂ ബി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു എം സെഡ് ഡബിൾ ഡോട്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ സെഡ് ഡബിൾ ഡോട്ടിനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതുന്നു. ഫൈനലി കിട്ടുന്നത് ക്യൂ ബൈ എം ഇൻറ്റു ഇ മൈനസ് ബി വൈ ഡോട്ടാണ്. അതുപോലെ തന്നെ വൈക്കുള്ള ഇക്വേഷനാണ് ഇത് വരുന്നത്. ക്യൂ ബി സെഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു എം വൈ ഡബിൾ ഡോട്ട്. അതിൽ നിന്ന് വൈ ഡബിൾ ഡോട്ടിനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നു. വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം സെഡ് ഡോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യൂ ബി ബൈ എം ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ബൈ എം ഉണ്ട്. ഇവിടെയും നമുക്ക് ക്യൂ ബി ബൈ എം കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? ഒരു ബി മേലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു ബി ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു ക്യൂ ബി ബൈ എം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സോ നൗ ലെറ്റ് ഒമേഗ ഈസ് ഈക്വൽ ക്യൂ ബി ബൈ എം. ക്യൂ ബി ബൈ എമ്മിനെ നമ്മൾ ഒമേഗയായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വൈ ഡബിൾ ഡോട്ടിനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ എന്ത് ചെയ്താം? വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സെഡ് ഡോട്ട് എന്ന് എഴുതാം. സെഡ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇ ബൈ ബി മൈനസ് വൈ ഡോട്ട് എന്ന് എഴുതാൻ സാധിക്കും. ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ 1 ആൻഡ് ഇറ്റ് ബി ദ ഇക്വേഷൻ 2 വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം ടൈം 0 എന്ന സമയത്ത്, അതായത് ഇനീഷ്യൽ ടൈമിൽ ടൈം 0 t ഈക്വൽ ടു 0 എന്ന ടൈമിൽ y ഈക്വൽ ടു അത് റെസ്റ്റിലാണ്. y 0 ആണ്, z 0 ആണ്, വെലോസിറ്റി z ഡയറക്ഷനിലും y ഡയറക്ഷനിലും ഇല്ല. അതായത് z ഡോട്ട് 0 ആണ്, y ഡോട്ട് 0 ആണ്, y 0 ആണ്, z 0 ആണ് അറ്റ് ടൈം ടിയിൽ. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ 2. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് z ട്രിപ്പിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ വൈ ഡബിൾ ഡോട്ട്. അത് ഇക്വേഷൻ 3 ആക്കി എടുക്കുക. സോ നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ഒമേഗ സെഡ് ഡബിൾ ഡോട്ട് ഒമേഗ സെഡ് ഡോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ ഈ വൈ ഡബിൾ ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വൈ ഡബിൾ ഡോട്ടിന് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെഡ് ട്രിപ്പിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സെഡ് ഡോട്ട് എന്ന് നമുക്ക് കിട്ടും. സോ അത് ഇപ്പോൾ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായി, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായി വന്നിട്ടുണ്ട്. സോ അത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും: സെഡ് ട്രിപ്പിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ സെഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് എ തേർഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊരു തേർഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ഒരു തേർഡ് ഓർഡർ അല്ലെങ്കിൽ ഏതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എം ക്യൂബ് പ്ലസ് ഒമേഗ സ്ക്വയർ എം ആണ്. ഓക്കെ, എം ക്യൂബ് പ്ലസ് ഒമേഗ സ്ക്വയർ എം ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എം ഈസ് ഈക്വൽ ടു 0, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറയുന്ന 3 സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. തേർഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ 3 സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. സോ അതിൻ്റെ സൊല്യൂഷൻ എമ്മിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയാം? സെഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു ആദ്യത്തെ സൊല്യൂഷൻ ഇ റേസ് ടു 0 പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി, ഓക്കെ, പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഇവിടെ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടിയ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? C1 ഇൻറ്റു ഇ റേസ് ടു M1 ടി പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു M2 ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു M3 ടി എന്നുള്ളതാണ് ജനറൽ ഫോം. അതിൽ M1 M2 M3ൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ 0 ഐ ഒമേഗ മൈനസ് ഐ ഒമേഗ തുടങ്ങിയവ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്, സെറ്റ് ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് 4th സെമസ്റ്റർ മാത്തമാറ്റിക്സിൽ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ പഠിക്കും. അപ്പോൾ C1 പ്ലസ് ഈ ഒരു ഇക്വേഷൻ സെഡ് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സൊല്യൂഷനെ നമുക്കറിയാവുന്നതാണ്. ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി, ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി. അത് റീ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കോസ് ഒമേഗ ടീൻ്റെ ടേംസ് മാത്രം എടുത്തുകൊണ്ട് ഐ സൈൻ ഒമേഗ ടീൻ്റെ ടേംസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിധത്തിലാണ് കിട്ടുക. അതിൽ എ പ്ലസ് ബി എ നമുക്ക് C3 ആക്കിയിട്ടും എ മൈനസ് ബി ഐനെ നമ്മൾ C2 ആയിട്ട് എടുക്കുന്നു. എ മൈനസ് ബി ഐനെ നമ്മൾ C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യുന്നു. എ പ്ലസ് ബി നമുക്ക് C3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്തിട്ട് നമ്മൾ അവസാനം എഴുതുന്ന ഇക്വേഷനാണ് സെറ്റ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 സൈൻ ഒമേഗ ടി പ്ലസ് C3 കോസ് ഒമേഗ ടി. ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. 0 എന്ന് പറയുന്ന ആ ടൈമിൽ, ഇനീഷ്യൽ ടൈമിൽ സെഡ് ഡയറക്ഷനിൽ യാതൊരുവിധ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ യാതൊരുവിധ മോഷനും അവിടെ ഉണ്ടാകുന്നില്ല. അത് ഒറിജിനൽ തന്നെയാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ ആ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Z എന്ന് പറയുന്നത് 0 ആണ്.
അപ്പോൾ C1 പ്ലസ് C2 സൈൻ ഒമേഗ ടി, ടി 0 കൊടുക്കുന്ന സമയത്ത് സൈൻ ഒമേഗ ടി, ഓക്കെ സൈൻ ഒമേഗ ടിയിൽ 0 കൊടുക്കുന്ന സമയത്ത് ഇത് എന്തായി പോകുന്നു, 0 ആയി മാറുന്നു. C3 കോസ് ഒമേഗ ടിയിൽ ടീൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നത് കോസ് 0 1 ആയി മാറുന്നു. സോ C3 ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ Z എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് ടൈം 0ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, C1 പ്ലസ് C3 ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. C1 പ്ലസ് C3 ഈസ് ഈക്വൽ ടു 0 ആൻഡ് C1 ഈസ് ഈക്വൽ ടു മൈനസ് C3. സോ C1 ഈസ് ഈക്വൽ ടു മൈനസ് C3 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ C3ക്ക് പകരം ഇവിടെ ഇനി മുതൽ നമുക്ക് മൈനസ് C1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഏറ്റവും അടിയിൽ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. Z ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 സൈൻ ഒമേഗ ടി മൈനസ് C1 കോസ് ഒമേഗ ടി. ഇനി Z ഡോട്ട് എന്ന് പറയുന്നതിനെ Z ഡോട്ട് എടുക്കുക, അതായത് Z-ൻ്റെ ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C2 ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് C1 ഒമേഗ സൈൻ ഒമേഗ ടി. ഇനി നമ്മളിവിടെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ടി ഈക്വൽ ടു 0ൽ Z ഡോട്ട് 0, യാതൊരുവിധ വെലോസിറ്റി Z ഡയറക്ഷനിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയം ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് C2 ഒമേഗ ഈസ് ഈക്വൽ ടു 0 അഥവാ C2 ഈസ് ഈക്വൽ ടു 0, അതായത് C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 0 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ആ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഇക്വേഷനായി മാറുകയാണ് ചെയ്യുന്നത്. Z ഈസ് ഈക്വൽ ടു C1 മൈനസ് C1 കോസ് ഒമേഗ ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z ഡോട്ട് കാണുക. ഈ ഒരു Z-ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തുകൊണ്ട് നമുക്ക് Z ഡോട്ട് കാണുക. Z ഡോട്ട് ഈസ് ഈക്വൽ ടു C1 ഒമേഗ സൈൻ ഒമേഗ ടി കിട്ടും. ഇനി അതിൻ്റെ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് Z ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു C1 ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി കിട്ടും. ഓക്കെ, ആൻഡ് ഫ്രം ഇക്വേഷൻ 2 ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 2, നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ള ഇക്വേഷൻ 2 എന്ന് പറയുന്നത് Z ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇ ബൈ ബി മൈനസ് വൈ ഡോട്ട് എന്നുള്ളതാണ് നമ്മൾ ഇക്വേഷൻ 2 നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ളത്. ആ ഇക്വേഷനിൽ നമുക്ക് ഒമേഗ Z ഡബിൾ ഡോട്ടിൻ്റെ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ ഇക്വേഷൻ 2 ഉണ്ടാക്കുന്ന ഇക്വേഷനാണിത്. Z ഡബിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് വൈ ഡോട്ട്. സോ വൈ ഡോട്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം, വൈ ഡോട്ട് എന്നുള്ളത് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് Z ഡബിൾ ഡോട്ട് മൈനസ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. Z ഡബിൾ ഡോട്ടിന് ഈ ഒരു ഇക്വേഷനിൽ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, Z ഡബിൾ ഡോട്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇ ബൈ ബി മൈനസ് Z ഡബിൾ ഡോട്ടിന് പകരം C1 ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പോൾ ഇവിടെ നമുക്ക് വൈ ഡോട്ട് എന്ന് പറയുന്നത് ഇ ബൈ ബി മൈനസ് C1 ഒമേഗ സ്ക്വയർ കോസ് ടി ബൈ ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടുന്നത്. അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും, വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് C1 ഒമേഗ കോസ് ടി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ടി ഈസ് ഈക്വൽ ടു 0, വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ആ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇ ബൈ ബി മൈനസ് C1 ഒമേഗ ഈസ് ഈക്വൽ ടു 0 ഓർ C1 ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ. സോ ഈ C1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കിട്ടി വിച്ച് ഈസ് ഇ ബൈ ബി ഒമേഗ. സോ വൈ ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇ ബൈ ബി മൈനസ് ഇ ബൈ ബി കോസ് ഒമേഗ ടി എന്ന് എഴുതാൻ സാധിക്കും. ആ ഒരു ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരു കോൺസ്റ്റൻറ്റ് C4 അഡീഷണലായി വന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എടുത്തിട്ട് ടി ഈസ് ഈക്വൽ ടു 0ൽ വൈ എന്ന് പറയുന്ന 0 ആണ് എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C4ൻ്റെ വാല്യൂ കിട്ടും. C4 0 ആണ്. സോ C4 0 ആയതുകൊണ്ട് നമുക്ക് വൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇനി C4ൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ടി മൈനസ് ഇ ബൈ ബി ഒമേഗ സൈൻ ഒമേഗ ടി. ഇനി Z എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇ ബൈ ബി ഒമേഗ മൈനസ് ഇ ബൈ ബി ഒമേഗ കോസ് ഒമേഗ ടി. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമുക്കിവിടെ അറിയാം Z എന്ന് പറയുന്നത് C1 മൈനസ് C1 കോസ് ഒമേഗ ടി ആണ്. C1ൻ്റെ വാല്യൂ ഇ ബൈ ബി ഒമേഗയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇ ബൈ ബി ഒമേഗ മൈനസ് ഇ ബൈ ബി ഒമേഗ കോസ് ഒമേഗ ടി എന്ന് എഴുതിയാൽ മതി. സോ സെറ്റിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ബൈ ബി ഒമേഗനെ നമ്മൾ എന്താക്കിയെടുക്കുന്നു, ആറാക്കിയെടുക്കുന്നു. അപ്പോൾ ഇ ബൈ ബി ഒമേഗനെ ആറാക്കി എടുത്ത് കഴിഞ്ഞാൽ വൈന് നമുക്ക് എങ്ങനെ എഴുതാം, വൈന് നമുക്ക് ആർ ഒമേഗ ടി മൈനസ് ആർ സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ സാധിക്കും. സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ആർ മൈനസ് ആർ കോസ് ഒമേഗ ടി എന്ന് എഴുതാൻ സാധിക്കും സെഡിനെ. അപ്പോൾ സെഡിന് നമുക്ക് ആർ മൈനസ് ആർ കോസ് ഒമേഗ ടി എന്നും വൈന് ആർ ഒമേഗ ടി മൈനസ് ആർ സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ നമുക്ക് പറ്റും. സോ വൈ എന്ന് പറയുന്നത് എന്താണ്, ആർ ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി. സെഡ് എന്ന് പറയുന്നത് ആർ പുറത്തെടുത്തതാണ്. സെഡ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈ മൈനസ് ആർ ഒമേഗ ടി മൈനസ് ആർ സൈൻ ഒമേഗ ടി, സെഡ് മൈനസ് ആർ കോസ് ഒമേഗ ടി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക എന്ന് ചെയ്യുന്ന സമയത്ത് വൈ മൈനസ് ആർ ഒമേഗ ടി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ YZ പ്ലെയിൻ. വൈയും സെഡ് ടേംസിലാണുള്ളത്. സോ ഇറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ YZ പ്ലെയിൻ ആൻഡ് ദ സർക്കിൾ ഈസ് the center is 0 r omega t r. 0 എന്ന് പറയുന്നത് x കോർഡിനേറ്റ് ഇല്ല, YZ പ്ലെയിനിലാണ് ഇതുള്ളത്. സോ r omega t r. സോ r omega t r എന്ന് പറയുന്ന ഒരു സെൻറ്റർ ആണ് ഇതിനുള്ളത്. ആൻഡ് റേഡിയസ് ഈസ് r. സ്ക്വയർ വരുന്ന ടേം ആയിരിക്കുമല്ലോ റേഡിയസ്. സോ റേഡിയസ് ഈസ് r ആൻഡ് സെൻറ്റർ മൂവ്സ് അലോങ്. അപ്പോൾ സെൻറ്റർ മൂവ്സ് അലോങ് y ആക്സിസ്. സെൻറ്റർ ഇതിലൂടെയാണ് പോകുന്നത്, y ആക്സിസിലൂടെയാണ് പോകുന്നത് വിത്ത് വെലോസിറ്റി
ഓക്കെ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. വി എന്ന് പറയുന്നത് ആർ ഒമേഗ എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലാണ് സെൻറ്റർ മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി ആർ ഒമേഗ എന്നുള്ളതാണ്. സോ ആറിന് നമുക്കറിയാം എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇ ബൈ ബി ഒമേഗ എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഇൻറ്റു ഒമേഗ. സോ ഒമേഗ ഡിവൈഡ് ചെയ്തത്. സോ ദ സെൻറ്റർ മൂവ്സ് വിത്ത് വെലോസിറ്റി ഇ ബൈ ബി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് സെൻറ്റർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ ഒരു പിക്ചറിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാൻ സാധിക്കും എന്താണ് ഈ ഒരു ഇതൊരു ഇതിനാണ് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു മോഷനെയാണ് നമ്മൾ സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഷൻ ഇങ്ങനെയാണ്, ഇത് ഒരു സർക്കിളിനെ പോലെയാണ്. ഓക്കെ, YZ പ്ലെയിനുള്ള ഒരു സർക്കിളിനെ പോലെ ആ സർക്കിളിൻ്റെ സെൻറ്റർ നിരന്തരമായി Y ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു മോഷനാണ് എന്തെന്ന് പറയുന്നത്, സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കിവിടെ കിട്ടിയ രണ്ട് ഇക്വേഷൻ ഏത് ഇക്വേഷൻ? ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എന്താണ് സൈക്ലോയിഡ് പാത്തിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളത് കുറച്ചുകൂടി ജനറലായിട്ട് ഒരു മൂവിങ് സർക്കിൾ എന്നുള്ള രൂപത്തിലേക്കാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്തതിൽ ഡിസ്കസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം താങ്ക് യു.